ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചയമായിട്ടുള്ള ട്രെസ്ലെച്ചസ് കേക്ക് അഥവാ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. പക്ഷെ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ബേക്കൊന്നും ചെയ്തിട്ടല്ല, ജസ്റ്റ് ആവിയിൽ വേവിച്ചെടുത്തിട്ടാണ് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഏത് കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടും ഫസ്റ്റ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു 1/2 കിലോൻ്റെ ഒക്കെ ഒരു കേക്കാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1/4 കപ്പ് മതിയാവും. അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ എപ്പോഴാണെങ്കിലും കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കണം, എങ്കിലേ നമുക്ക് കറക്റ്റ് മധുരം കിട്ടുള്ളൂ. എന്നിട്ട് അത് നമുക്ക് 1-2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നല്ലപോലെ വിസ്കെങ്കിലും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കണം. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പാം ഓയിലോ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ 1/2 കപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1/4 കപ്പ് തൈരും 1/2 കപ്പ് പാലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മിക്സ്, അതായത് 1/4 കപ്പ് അളവിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവർ പുളിയില്ലാത്ത തൈരാണെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാല് മതിയാവും. പുളി ഉള്ളതാണെങ്കിൽ 1/2 കപ്പ് പാല് ചേർക്കാം. ബാക്കി തൈരും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നല്ലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിൽക്ക് കേക്ക് സിമ്പിളായിട്ടുള്ള മിൽക്ക് കേക്ക് അല്ലേ ചെയ്യുന്നത്. അപ്പം പിസ്താച്ചോൻ്റെ ഒക്കെ ഫ്ലേവറിൽ ചെയ്യുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 1.5 കപ്പിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ചായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സായിട്ട് കിട്ടും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓവർ മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ കേക്ക് അത്ര അങ്ങോട്ട് ബേക്കായിട്ട് കിട്ടില്ല. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബട്ടർ പേപ്പർ ഒന്നും വെക്കുന്നില്ല, കാരണം ഇതിൽ തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് എടുത്തിട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ബട്ടർ പേപ്പറും കൂടി ഒന്ന് വെച്ചിട്ട് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് തന്നെയാണ്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതേപോലത്തെ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. അതിൻ്റെ അടിയിലൊരു സ്റ്റാൻഡും കൂടി ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി ചെമ്പിൽ നല്ലപോലെ ആവി കയറ്റിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കവറൊന്നും ചെയ്യുന്നില്ല. നമ്മളിത് നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ ഇവിടെ ഇഡ്ഡലി ചെമ്പ് എടുക്കാഞ്ഞത് എൻ്റെ ഈ പാത്രം അതിൽ ഫിറ്റ് ആവില്ല കേട്ടോ, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി ചെമ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല തൊട്ടൊക്കെ നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിലേക്കൊരു മിൽക്കിൻ്റെ ഒരു സോസ് റെഡിയാക്കി എടുക്കണം. ജസ്റ്റ് ഒരു മലായി റെഡിയാക്കി എടുക്കാം. അത് മലായി എന്നാണ് കേട്ടോ അതിന് പറയാം. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് ഞാനിവിടെ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പാനിലേക്ക്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകാനൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ 1/4 കപ്പ് അളവിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല കുറുക്കിയിട്ട് ഒരു മലായി രൂപത്തിൽ, അതായത് 1 കപ്പ് പാല് 1/2 കപ്പ് പാലാവുന്നത് വരെ നല്ലപോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് തന്നെ ചേർത്ത് കൊടുത്തിട്ടും ചെയ്യാം. അപ്പോൾ ഏലക്കാപ്പൊടിയാണ് ഒന്നും കൂടി മലായിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുക, അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടി നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളെ മിൽക്ക് വട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്നൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നമ്മളെ കേക്ക് നല്ലപോലെ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പീസ് മോൻ എന്നപ്പോൾക്ക് പണിയാക്കിയതാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പീസ് മുറിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് നല്ലപോലെ ഫ്ലോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടാണല്ലോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്ക് ഇതിലേക്ക് നല്ലപോലെ ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഒഴിച്ച് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടി ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ മൊത്തമായിട്ടൊന്ന് ഇറങ്ങിയിട്ട് കിട്ടും. ഇതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. മുറിച്ചിട്ട് ഇതേപോലെ തന്നെ സെർവ് ചെയ്യാം. വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിൽ ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു ടേസ്റ്റും കാണാനൊരു ഭംഗിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫുള്ളൊന്ന് ചെയ്തെടുക്കാം. അപ്പം ജസ്റ്റ് സിമ്പിളായിട്ട് എന്നെ ചെയ്തെടുത്താൽ മതി. അത്രയ്ക്ക് സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഓവർ ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. കഴിക്കാൻ അല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് അത് ഫുള്ളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ജസ്റ്റ് കുറച്ച് പിസ്ത ഒന്ന് പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളെ കയ്യിൽ റോസ് പെറ്റൽസിനൊക്കെ പെറ്റലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. ഇനി നമ്മളിത് നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ മിൽക്കും കൂടി ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുക, അല്ലെങ്കിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് ഇതേപോലെ തന്നെ കാണിക്കുന്നുള്ളൂ. കാരണം ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് കട്ട് ചെയ്യുന്നത് അപ്പോലൊക്കെ വന്നതിന് ശേഷമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. നമ്മൾ ആവിയിൽ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.